നമുക്ക് അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് among the following has highest boiling point? ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ 4 ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊരു ഹൈഡ്രോ കാർബൺ, ഒരു ആൽക്കെയിനാണ് തന്നിരിക്കുന്നത്, ബ്യൂട്ടൈൻ. അതുപോലെ തന്നെ നമുക്ക് ഒരു ആൽക്കഹോളാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്, അപ്പം ബ്യൂട്ടനോളാണ് തന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു ആൽഡിഹൈഡ് തന്നിരിക്കുന്നു മൂന്നാമത്തെ ഓപ്ഷനിൽ. നാലാമത്തെ ഓപ്ഷൻ ഒരു ഈതറാണ്, ഡൈ ഈതൈൽ ഈതർ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് C5H2. അപ്പം ഇത് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഈതറാണ്. എന്തായാലും ഒരു ഈതറാണ് തന്നിരിക്കുന്നത്, ഡൈ ഈതൈൽ ഈതർ അല്ല. ഓക്കെ, C2H5 അല്ലേ, അപ്പോൾ ഡൈ ഈതൈൽ ഈതറാണ്, രണ്ടിടത്തും C2H5 തന്നെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കാണ് ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൽക്കഹോളുകൾക്ക് ബോയിലിംഗ് പോയിൻറ്റ് പൊതുവെ ആൽഡിഹൈഡുകളെക്കാട്ടിലും കീറ്റോണുകളെക്കാട്ടിലും ഒക്കെ ഈതറുകളെക്കാട്ടിലും കൂടുതലാണെന്ന് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി റെഫർ ചെയ്യുമ്പോഴത്തേനും എല്ലാ ചാപ്റ്ററുകളും ഇത് കൺവേ ചെയ്യുന്നുണ്ട്. ആൽക്കഹോൾ, ഫീനോൾ, ഈതേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു സംശയവും വേണ്ട, ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ എക്സ്റ്റൻസ് വളരെ കൂടുതലുള്ള ആൾക്കാരാണ് ആൽക്കഹോളുകൾ. അപ്പോൾ ആൽക്കഹോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് മറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകളെക്കാട്ടിലൊക്കെ വളരെ കൂടുതലാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഇപ്പോൾ ഒരു കാർബോക്സിലിക് ആസിഡ് ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾക്കാണ് ആൽക്കഹോളിനെക്കാട്ടിൽ കൂടുതൽ ബോയിലിംഗ് പോയിൻ്റ് ഉള്ളത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഇവിടെ കാർബോക്സിലിക് ആസിഡുകളൊന്നും ഇല്ല. അതുകൊണ്ട് കാർബോക്സിലിക് ആസിഡിനെക്കാട്ടിൽ താഴെയാണ് ആൽക്കഹോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്. അപ്പം ഇവിടെ ആൻസർ ഓപ്ഷൻ 2 ആണ് ആൽക്കഹോൾ. എന്നാൽ ഇവിടെ കാർബോക്സിലിക് ആസിഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളായിരുന്നു ആൻസർ വരേണ്ടത്. അപ്പം കൂടുതൽ സ്ട്രോങ്ങറായ ഹൈഡ്രജൻ ബോണ്ട് കാർബോക്സിലിക് ആസിഡിലാണ്, അതിൽ താഴെയാണ് ആൽക്കഹോളിൽ. ഇക്കൂട്ടത്തിലപ്പോൾ ആൽക്കഹോളാണ് കൂടുതൽ ബോയിലിംഗ് പോയിൻറ്റ്. അപ്പം ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിൻറ്റ് വർദ്ധിക്കും. റെഡിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.